അപ്പോൾ നമ്മൾ ആദ്യം മണ്ണ് എടുക്കുന്നുണ്ട്. നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെയാണ്. പറമ്പിലെ മണ്ണ് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മണ്ണൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതേപോലെ ഹോളുകളുള്ള ഒരു ബോക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മണ്ണ് നമ്മൾ അരിച്ചെടുത്തു. ഇത് നമ്മൾ അരിച്ചെടുത്ത മണ്ണിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഫെവിക്കോൾ എസ് എച്ച് നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഫെവിക്കോൾ എസ് എച്ച് എടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും ചേർത്തു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നമ്മുടെ അരിച്ചെടുത്ത മണ്ണിലേക്ക് നമ്മൾ ഇതേപോലെ ചേർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മണ്ണൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മണ്ണ് ഫെവിക്കോള് ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തു. നമുക്ക് ഈ മണ്ണ്, അതായത് നമ്മൾ കുഴച്ചെടുത്ത ഈ മണ്ണ് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഉരുളകളാക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു, അതായത് സൈക്കിൾ റിമ്മിൻ്റെ ഒരു സൈക്കിൾ കമ്പി നമ്മൾ എടുക്കുന്നുണ്ട്, ഒരു ചെറിയ പീസ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ മണ്ണ് ചെറിയ രീതിയിൽ എടുത്തതിന് ശേഷം അത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം കമ്പി ഉപയോഗിച്ചിട്ട് അതിൻ്റെ നടുഭാഗത്ത് നമ്മളൊരു ഹോള് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോള് തയ്യാറാക്കിയെടുത്തു ഇതേപോലെ. അപ്പോൾ ഇതേപോലെ കുറച്ച് ഉരുളകൾ നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം അതിനൊക്കെ ഇതേപോലെ ഹോളുകളും തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അത് ഒരു 200ഓളം മണ്ണുരുളകൾ നമ്മൾ ഇതേപോലെ ഹോളിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിലത്ത് വെച്ചതാണ്. ഇത് നമ്മുടെ ഓടമുളയുടെ ചെറിയ പീസുകൾ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഓടമുളയുടെ അടിയിൽ, അതായത് ഈ മുള മുറിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വരുമല്ലോ, അതിൻ്റെ ചില്ലകൾ നമുക്ക് കുറച്ച് വേണം. ആ ചില്ലകൾ നമ്മൾ ഇതേപോലെ പെറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കാവശ്യമുള്ള ഓടമുളയുടെ ചില്ലകൾ നമ്മൾ പെറുക്കിയെടുത്തു. ഇനി നമുക്ക് ഈ ഓടമുളയുടെ ചില്ലകൾ, അതായത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 ഇഞ്ച് നീളത്തിലുള്ള പീസുകളായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതാ കുറച്ച് വണ്ണം കൂടിയ ഓടമുളയുടെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ഇതേപോലെയുള്ള ചെറിയ പീസുകളായിട്ട് കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടൻ ആവശ്യമുള്ള വസ്തുക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉരുട്ടി വെച്ച മണ്ണുരുളകൾ നന്നായിട്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ മുളയുടെ പീസുകൾ, ഓടമുളയുടെ ചെറിയ പീസുകൾ നമ്മൾ വണ്ണം കുറഞ്ഞ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വലിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചൂണ്ടൽ കയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കുറച്ച് വളകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് മുത്തുകളും എടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഈ ചൂണ്ടൽ കയർ ഒരു 2 മീറ്റർ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മുത്തെടുത്തതിന് ശേഷം അതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് കെട്ടിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കെട്ടിയെടുത്തു. അപ്പോൾ ആ മുത്ത് നമ്മൾ കെട്ടിയെടുത്തു. അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ വണ്ണം കൂടിയ ഓടമുളയുടെ ചെറിയ പീസ് നമ്മൾ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഹോളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ ഹോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മളത് കോർത്തെടുത്തു. പിന്നീട് നമ്മൾ ഇതേപോലെ 2 മുത്ത് കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെലിഞ്ഞ ഓടമുളയുടെ ഒരു പീസ് നമ്മൾ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 2 മുത്തുകൾ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 മുത്തുകൾ കോർത്തെടുത്തു. ഇനി നമ്മുടെ മണ്ണൂരുള്ള നമ്മൾ 1 കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 2 മുത്തുകൾ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ അത് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 2 മുത്തുകൾ കൂടി നമുക്ക് ഇതിൽ കോർത്തെടുക്കണം. അതിനുശേഷം നമ്മുടെ മെലിഞ്ഞ ഓടമുളയുടെ പീസ് നമ്മൾ കോർത്തെടുക്കും. പിന്നീട് 2 മുത്ത് നമ്മൾ കോർത്തെടുക്കും. പിന്നെ നമ്മുടെ ഒരു മണ്ണൂരുള്ള നമ്മൾ കോർത്തെടുക്കും. അതേപോലെ നമ്മൾ ഇത് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള നീളത്തിൽ നമ്മളിത് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കർട്ടൻ ആവശ്യമുള്ള മാലകളിൽ ഒരു മാല പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് മാലകൾ, ഒരു 20ഓളം മാലകൾ നമുക്ക് ഇതേപോലെ കോർത്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ 2 കള്ളി ജനലിന് ആവശ്യമുള്ള മാലകൾ നമ്മൾ ഇതേപോലെ കോർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മണ്ണുരുളകളും അതേപോലെ തന്നെ ബാമ്പു ഓടമുളയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാലകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കർട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ നമ്മുടെ വള കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ട് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജനലിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ജനൽ കർട്ടൻ അടിപൊളിയല്ലേ? അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജനൽ കർട്ടനാണ്. അതേപോലെ തന്നെ വളരെ നാച്ചുറൽ ആണ്. കാരണം മണ്ണും അതേപോലെ തന്നെ നമ്മൾ ഓടമുളയുമാണ് ഇതിന് ഉപയോഗിച്ചത്.
അപ്പൊ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം, വളരെ വ്യത്യസ്തവുമാണ്. അപ്പൊ ആർക്കും ഒരു ആകാംക്ഷ, അതേപോലെ തന്നെ ഇത് കാണുമ്പോൾ ആർക്കും ഒരു ആകാംക്ഷ, അതേപോലെ ഒരു കൗതുകമൊക്കെ ഉണ്ടാവുന്ന ഒരു ജനൽ കർട്ടനാണ്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കർട്ടനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം. അപ്പൊ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഈ ജനൽ കർട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് സ്നേഹത്തോടെ ബൈ.